ഹലോ, അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ, നമുക്ക് ചെമ്മീൻ റോസ്റ്റിനാണ് കേട്ടോ ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഓർഡർ ഉണ്ടാവലുണ്ട്. ഇതിപ്പോൾ 5 കിലോ വേണ്ടതുകൊണ്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ കുറച്ച് പണിയൊക്കെ കുറച്ച് ഒരുപാടുള്ളത് കൊണ്ടുള്ള. അപ്പോൾ നല്ല മഴയും കൂടി ആയതുകൊണ്ട് നമുക്ക് വീട്ടിന് വർക്കേരിയയിൽ അടുക്കള വർക്കേരിയിൽ തന്നെ ചെയ്യേണ്ടി വന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല, ചേറാനും റെഡിയാക്കാനും ഒന്നും. അപ്പോൾ ഇതാ 5 കിലോ റോസ്റ്റിന് വേണ്ടി ചെമ്മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ നമ്മൾ ഇവിടെ തന്നെയുള്ള കറിവേപ്പിലയാണ്. ഇനിയിപ്പോൾ ഉള്ള പണിയെന്ന് വെച്ചാൽ കായ്മുളകൊക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഈ നമ്മൾ വൃത്തിയാക്കിയ ചെമ്മീൻ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുത്ത് റെഡിയാക്കി കൊണ്ടുവരണം. അപ്പോൾ കുറച്ച് കൂടുതലുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചെറുതാണ്. അപ്പോൾ ഇത് 2 ട്രിപ്പായിട്ട് ചെയ്യേണ്ടി വരും. അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനും കൂടി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഓർഡറൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഓർഡറൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ തെറിച്ചിട്ട് ചൂട് വെളിച്ചെണ്ണ കറിവേപ്പില അതിലേക്ക് ഇട്ടപ്പോൾ അതായി ഇടയ്ക്കിടയ്ക്ക് കണ്ണൊപ്പിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കട്ടെ. നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്താ പറയുക, അല്ല നമ്മൾ വീട്ടിലെങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുണ്ട്. അത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ എങ്ങനെയാണോ അത് ചെയ്ത് കൊടുക്കുന്നത് അതേ ടേസ്റ്റിലും അതേ എന്താ പറയുക വൃത്തിയിലും തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾ കഴിക്കുന്ന പോലെ തന്നെ മറ്റുള്ള കുട്ടികളും കഴിക്കുന്നതെന്നുള്ളൊരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതേ രീതിയിൽ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബിസിനസ് എപ്പോഴും അതുപോലെ നിലനിൽക്കും. നമ്മൾ കൂടുതൽ ലാഭത്തിന് വേണ്ടി അതിൽ എന്തെങ്കിലും ടേസ്റ്റിലെ വ്യത്യാസങ്ങളൊക്കെ വരുത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു ബിസിനസ് പെട്ടെന്ന് തന്നെ നിർത്തേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു കുഞ്ഞറിവാണ്. എൻ്റെ ഒരു മൈൻഡ് അങ്ങനെയാണ്. നമ്മളെ മക്കൾ കഴിക്കുന്ന പോലെ തന്നെ മറ്റുള്ള കുട്ടികളും കഴിക്കേണ്ടതല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ അതേ വൃത്തിയിലും അതേ ടേസ്റ്റിലും നല്ല രീതിയിലും നാച്ചുറലായിട്ടുള്ള ടേസ്റ്റിൽ തന്നെ ആക്കി കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റേത്. പിന്നെ നമ്മൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.